കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു മശിഹായുടെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒപ്പം എന്നോട് ഇന്ന് ഡിസ്കഷനിൽ ചേരുന്ന പാസ്റ്റർ അബ്രഹാം കുട്ടി, പാസ്റ്റർ ജോയ് ജോസഫ്, ബ്രദർ സൈമൺ ബെഞ്ചമിൻ, ഇവരുകളെ എല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ജിയോ നാസറത്ത് എന്ന് നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്നും യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ, നാസറത്ത് മിനിസ്ട്രീസ് എന്നുള്ള ഒരു കൂട്ടായ്മ, ഓൺലൈൻ കൂട്ടായ്മ ചെയ്യുന്ന ഒരു സഹോദരൻ. അദ്ദേഹം പ്രാർത്ഥനയും സൗഖ്യം ഒക്കെ നൽകുന്ന ടൈപ്പ് മിനിസ്ട്രി നടത്തുന്ന ഒരാളാണ്. ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് മിനിസ്ട്രീസ് ആണല്ലോ നമ്മുടെ ഈ ഇങ്ങനത്തെ മിനിസ്ട്രീസ്. അപ്പം അദ്ദേഹത്തിന് പല ഫോളോവേഴ്സ് ഉണ്ട്. ഈയിടെയായിട്ട് അദ്ദേഹം സ്നാന എന്ന വിഷയത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമെടുക്കുന്നതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമെടുക്കുന്നതും ഒരുപോലെയാണെന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് കുറച്ച് പതുക്കെ ആ വീഡിയോ നമുക്ക് കണ്ട് ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതിനെ പറ്റി ഒന്ന് ഡിസ്കഷൻ ചെയ്യാനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് അപ്പോസ്തോലന്മാര് പെന്തക്കോസ് നാൾ മുതൽ യഹോവേ എന്ന നാമം എടുക്കുകയോ അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന പ്രവൃത്തിയിൽ എന്തുകൊണ്ട് ആ പ്രവൃത്തികളെ ചെയ്യാതെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകല പ്രവൃത്തികളെയും ചെയ്വീൻ എന്ന് കൽപ്പിച്ചു എന്ന് നമ്മൾ എന്ത് വചനത്തിൽ കാണുന്നു? അതാണ് നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത്. അപ്പൊ ആദ്യം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നമുക്ക് ചെറുതായി കണ്ടിട്ട് ഈ ഡിസ്കഷനെ നമുക്ക് തുടങ്ങാം. ശരിയായ സ്നാനം ഏതാണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനമാണോ, അതോ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനമാണോ, അതോ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ വീഡിയോയുടെ? കേൾക്കുന്നുണ്ട്. കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനമാണോ, അതോ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണോ ശരിയായ സ്നാനം? ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്നാനത്തെ സംബന്ധിച്ച് യേശു കർത്താവ് 4 സുവിശേഷങ്ങളിൽ കൽപ്പിച്ചത് എന്താണ്? നമുക്കറിയാം, എല്ലാ ദൈവവചന ഭാഗങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഡോക്ട്രിനൽ വിഷയം സംസാരിക്കുമ്പോൾ, അതിന് നമുക്കൊരു ഫൗണ്ടേഷൻ സെറ്റ് വേണം ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ വേണ്ടി. അപ്പൊ മത്തായിയുടെ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, ഈ 4 സുവിശേഷങ്ങളിൽ സ്നാനത്തെ സംബന്ധിച്ച് യേശു കർത്താവ് സംസാരിച്ച പേജുകൾ അല്ലെങ്കിൽ അധ്യായങ്ങൾ, ആ പ്ലേസസ് ഏതൊക്കെയാണ്? അവിടെ യേശു കർത്താവ് എന്താണ് കൽപ്പിച്ചിരിക്കുന്നത്? വേഗം നമ്മളൊന്ന് കാണാൻ പോവാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ്. ഞാൻ വീണ്ടും അതിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. ശ്രദ്ധിച്ചു കേട്ടെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം ആദ്യം നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം ഞാൻ പാസ്റ്റർ അബ്രഹാം കുട്ടിയെ ക്ഷണിക്കുന്നു. നമ്മൾ കാണുന്നു, ബൈബിളിൽ ആദ്യത്തെ നിയമത്തിൽ മോശയെ വിളിക്കുമ്പോൾ മോശയ്ക്ക് ദൈവം ഒരു നാമം കൊടുക്കുന്നു. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷപ്പെട്ട ദൈവം അവർക്കൊരു നാമം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ സർവശക്തനായ ദൈവമായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പുറപ്പാടിൻ പുസ്തകം അതിന്റെ 6:3 വളരെ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷേ നമുക്ക് മോശയെ വിളിക്കുമ്പോൾ ദൈവം ഒരു നാമം കൊടുത്താണ് തന്റെ ജനത്തെ യഹോവയുടെ ജനമായിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകം 43:7 പറയുന്നു, എന്റെ നാമത്തിൽ വിളിച്ചും
എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയ ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. അപ്പം ഇനിയും വരുവാൻ പോകുന്ന യെശയ്യാവ് എഴുതപ്പെട്ടത് ഏകദേശം ഒരു 500 മുതൽ 700 വർഷത്തിന് മുമ്പെയാണ്. ദൈവം ഇനി കൽപ്പിക്കുവാൻ പോകുകയാണ്, തൻ്റെ നാമത്തിൽ വിളിക്കാനാണ് പോകുന്നത്. യഹോവയുടെ നാമത്തിലാണ് വിളിക്കുവാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ കൽപ്പന നമ്മൾ കാണുമ്പോൾ അവിടെ ദൈവം കർത്താവ് അവിടെ പറയുന്നു, ഇത് ഞാൻ ഇടാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 28-16 മുതലുള്ള വാക്യത്തെ ഉദ്ധരിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം പാസ്റ്റർ അബ്രഹാം കുട്ടി സംസാരിക്കുന്നതായിരിക്കും ഇനി. മത്തായി സുവിശേഷം അതിന്റെ 28-16 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് എന്താണ് കാണുവാൻ സാധിക്കുന്നത്? ടൈമിംഗ് എത്ര ടൈം ഉണ്ട്? ഒരു 5 മിനിറ്റ് എടുക്കാം നമുക്ക് വിഷയം ആ ഒരു കേൾക്കാമോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. പാനലിലായിരിക്കുന്ന എല്ലാവർക്കും, ഈ ലൈവ് ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ JCNDSD ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് സാൽവേഷൻ ഡോട്ടിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം. ഇവിടെ ബ്രദർ ജിയോ നാസറത്തിന്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അദ്ദേഹം പരാമർശിച്ചത് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. മത്തായിയുടെ സുവിശേഷം 28-19 എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ, ഇവിടെ എല്ലാം യേശുക്രിസ്തുവിന്റെ കൽപ്പനയെക്കുറിച്ച് പറയുകയുണ്ടായി. പക്ഷെ എംബസിസ് കൊടുത്തത് മാത്യു 28:19 ആണ്. തീർച്ചയായിട്ടും കൽപ്പന ദൈവം അവിടെ യേശു കൊടുത്തു, ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുക കൽപ്പനയാണ്. നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നുള്ള കൽപ്പന അവിടെ കൊടുത്തു. മർക്കോസിൽ പറയുന്നു വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നതും രക്ഷിക്കപ്പെടും, അപ്പൊ അവിടെ സ്നാനം പറയുന്നുണ്ട്. ലൂക്കോസിൽ പറയുന്നു മാനസാന്തരവും പാപമോചനവും അവന്റെ നാമത്തിൽ യെരുശലേമിൽ തുടങ്ങണം. യോഹന്നാനിൽ പറയുന്നു യേശുക്രിസ്തു നിക്കോദെമോസിനോട് വെള്ളത്താലും ആത്മാവിലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ ഈ മത്തായിയുടെ 28-19 ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതും അത് മനസ്സിലാക്കണവും ഈ ലോകത്തിലെ ഏതെങ്കിലും പോപ്പുമാരോ ബിഷപ്പുമാരോ പാസ്റ്റർമാരോ ഇവാഞ്ചലിസ്റ്റുമാരോ പ്രൊഫസർമാരോ അല്ല. കൽപ്പന കൊടുത്തത് ശിഷ്യന്മാർക്കാണ്. ശിഷ്യന്മാരാണ് ആ കൽപ്പന കേട്ടതിന് ശേഷം അത് പ്രാവർത്തികമാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ കൽപ്പന കേട്ട ശിഷ്യന്മാർക്ക് മത്തായി 28-19 അനുസരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എങ്ങനെയാണ് അവര് മനസ്സിലാക്കിയത്? അതാണ് ഇമ്പോർട്ടന്റ്. ഇവിടെ അതിനെപ്പറ്റി ഇന്റർപ്രറ്റ് ചെയ്യാനോ അതേപ്പറ്റി സംസാരിക്കാനോ ആധികാരികമായിട്ട് ഈ ലോകത്തിൽ ശിഷ്യന്മാരെക്കാളും ആരും വലുതായിട്ടുള്ളവരില്ല, നോളജ് ഉള്ളവരായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ശിഷ്യന്മാര് യേശുക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷക്കാലം സഞ്ചരിച്ച് അവനോട് കൂടെ ഉണ്ട് ഉറങ്ങി അത്ഭുതങ്ങൾ കണ്ടു എല്ലാം ചെയ്ത വ്യക്തികളായിരുന്നു അപ്പോസ്തലന്മാർ. പക്ഷേ കമാൻഡ്മെന്റ് അവർക്ക് കൊടുത്തപ്പോൾ അവർക്കുള്ള കമാൻഡ്മെന്റ് ആണ് നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ചെയ്യണമെന്ന് മത്തായിൽ പറയുന്നു. ലൂക്കോസിൽ പറയുന്നു അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങണമെന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എക്സാക്ട് കമാൻഡ്മെന്റ് കേട്ട അപ്പോസ്തലന്മാര് ഡിറ്റോ 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിവസം 2-ാം അപ്പോസ്തലർ 2-ന് കാണാൻ സാധിക്കും. അവര് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. അതിനു മുമ്പായിട്ട് യേശുക്രിസ്തു 3.5 വർഷക്കാലം സംസാരിച്ചപ്പോൾ അവരോട് പറയാണ്, ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ സാധ്യമല്ല, അതിനുള്ള കഴിവില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളെ ഓർപ്പിക്കുകയും നിങ്ങളെ സകല സത്യത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യും. അപ്പോൾ സ്നാന വിഷയത്തിൽ അപ്പോസ്തലന്മാരെക്കാൾ വിദഗ്ധന്മാരായി മിടുക്കന്മാരായിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ഒരാവശ്യവും ഈ ലോകത്തിലുള്ള ഒരുവനുമില്ല. എന്തുകൊണ്ടെന്നാൽ ഡയറക്റ്റ് കമാൻഡ്മെന്റ് കേട്ടത് അപ്പോസ്തലന്മാരാണ്. അവരാണത് പ്രമാണിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം എന്നുള്ള കൽപ്പന മത്തായിൽ കേട്ട ഉടനെ ശിഷ്യന്മാർ ചാടി പുറപ്പെട്ടു പോയിട്ട് ആരോടും സുവിശേഷം പറഞ്ഞില്ല, സ്നാനപ്പെടുത്തിയില്ല. എപ്പോഴാണ് സുവിശേഷം പറയേണ്ടത്, സ്നാനപ്പെടുത്തേണ്ടത്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. അതിനാണ് അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് മേൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് വരുന്ന ഒരു വ്യക്തി അതിന്റെ അടയാളമാകുന്നു പരിശുദ്ധാത്മാവിനാൽ ശക്തി ലഭിച്ചിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷി പറയണം. അങ്ങനെയെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ ആ പെന്തക്കോസ്ത് പെരുന്നാളിൽ പത്രോസ് വിളിച്ചു പറഞ്ഞപ്പോൾ അത് കേട്ട ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ ചോദിക്കാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സ്നാനം ഒന്നേ ഉള്ളു. എഫേസ്യർ 4:5 പ്രകാരം പറയുന്നു, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, ദൈവം ഒരുവൻ. 2-3 സ്നാനമൊന്നുമില്ല. വിശ്വാസ ഇടയിൽ ക്രിസ്ത്യൻഡത്തിൽ 5 ടൈപ്പുള്ള സ്നാനമുണ്ട്. പക്ഷേ ബിബ്ലിക്കലി ദ എക്സാക്ട് ആൻഡ് ട്രൂ ബാപ്റ്റിസം ഈസ് ഡൺ ബൈ അവർ അപ്പോസ്റ്റൽ. ദേ ആർ ദ മോഡൽ ടു അസ്. അപ്പോസ്റ്റൽമാർ എന്ത് പഠിപ്പിച്ചോ, അവരെന്ത് പറഞ്ഞോ, അവരെന്ത് പ്രമാണിച്ചോ, അവരെന്ത് എഴുതിയോ, അതാണ് നമ്മളെ പ്രമാണിക്കേണ്ടത്. തീർച്ചയായിട്ടും സ്നാന വിഷയത്തിൽ ഒരു തർക്കത്തിന്റെ കാര്യം ഇന്നില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലന്മാർ പ്രൂവ് ചെയ്ത് കാണിച്ചു സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണമെന്ന്. യെരുശലേമിൽ 3000 പേര് യേശുക്രിസ്തുവിനാൽ സ്നാനപ്പെട്ടു. ശമരിയയിലുള്ളവർ യേശുക്രിസ്തുവിനാൽ സ്നാനപ്പെട്ടു. കൊർന്നല്യോസും ഭവനക്കാരും സ്നാനപ്പെട്ടു. ഒരു പ്രാവശ്യം സ്നാനമേറ്റതായ ശിഷ്യന്മാരെ എഫേസോസിലുള്ളവരെയും പിന്നീട് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടതായിട്ട് ബൈബിളിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും ഏത് രീതിയിൽ സ്നാനപ്പെടുത്താം, എങ്ങനെ വേണമെങ്കിലും സ്നാനപ്പെടാം എന്ന് പറയുന്ന ഉപദേശം തീർച്ചയായിട്ടും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളുടെ ഉപദേശമാകുന്നു. അത് അപ്പോസ്തലന്മാര് കൽപ്പിച്ചതും യേശുക്രിസ്തു പറഞ്ഞതുമായിട്ടുള്ള സ്നാനമല്ല. യേശുക്രിസ്തു പറഞ്ഞ സ്നാനം കൽപ്പന കേട്ടത് അപ്പോസ്തലന്മാരാണ്. ആ കൽപ്പന പ്രമാണിച്ചത്. They were not parroting the commandment. Commandment is to be executed. In whose name? In Father, Son and Holy Ghost. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാകണം സ്നാനം. ആ നാമം എന്താകുന്നു എന്ന് അറിയുന്നവർ, അത് അപ്പോസ്തലന്മാർ അറിഞ്ഞു. ആ നാമം യേശുക്രിസ്തു ആണെന്ന് അറിഞ്ഞപ്പോൾ അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. അതുകൊണ്ട് ഇപ്പോഴും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം യേശുക്രിസ്തു ആണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തും. കൃപയാൽ, ദൈവകൃപയാൽ JCNDSD എന്ന് പറയുന്ന ഞങ്ങൾ പഠിപ്പിക്കുന്നതും പ്രമാണിക്കുന്നതും പഠിപ്പിക്കുന്നതും ഞങ്ങൾ ചെയ്യുന്നതുമായ സ്നാനമാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം. ആ സ്നാനത്തിൽ മാത്രമേ പാപമോചനമുള്ളൂ. ആ സ്നാനത്തിൽ മാത്രമേ പാപങ്ങൾ കഴുകിക്കളയുന്നുള്ളൂ. ആ പാപത്തിൽ മാത്രമേ ഒരുവൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തുന്നുള്ളൂ. ആ സ്നാനം മാത്രമേ ക്രിസ്തുവിനെ ധരിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം കേൾക്കുന്നതായ ജനങ്ങൾ മനസ്സിലാക്കി ഇതുപോലെയുള്ള ദുരുപദേശങ്ങളിൽ തെറ്റി വീഴാതെ, വഞ്ചിക്കപ്പെടാതെ, പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി 1-ാം നൂറ്റാണ്ടിൽ മാതൃകയായി 3000 പേര് കാണിച്ചതുപോലെ അത് അല്ലാതെ ബൈബിളിൽ ഉടനീളം കാണിക്കുന്ന സ്നാനമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നാനം. എന്നാൽ യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്നാനം പോലും നടന്നായി ബൈബിളിൽ തെളിവില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ആ നാമത്തിന് എതിരായിട്ടുള്ള ഏത് സ്നാനം ആണെങ്കിലും അത് അൺബിബ്ലിക്കലാണ്, അൺട്രൂ ആണ്. ദൈവം അംഗീകരിക്കുന്നില്ല, അവരെ സഭയോട് ചേർക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. താങ്ക് യു പാസ്റ്റർ. അപ്പം ചില വിട്ടുപോയ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. മത്തായിയുടെ സുവിശേഷം 28:16 നമ്മൾ കാണുന്നു, ആദ്യത്തെ ഒരു നിയമം, അതായത് മോശയോട് ചെയ്ത നിയമത്തിൽ കർത്താവ് മലയിൽ വിളിച്ചാണ് മോശയോട് ആ ഒരു നിയമം ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഇവിടെ ശിഷ്യന്മാരെ മലയിൽ വിളിച്ച് നിയമം ചെയ്യുവാൻ വേണ്ടി കർത്താവ് വിളിക്കുന്നു. അപ്പൊ നമ്മൾ കാണുന്നു ഈ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരായ ശിഷ്യന്മാരാണ്. അവർ ദൈവത്തെ മാത്രമേ നമസ്കരിക്കൂ. അത് 10 കൽപ്പനകളിൽ അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ തന്നെ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു, ഞാനല്ലാതെ നിങ്ങൾക്ക് ഒരു കർത്താവ് ഉണ്ടാവരുത്, എന്നെ അല്ലാതെ ആരെയും ആരാധിക്കരുതെന്നുള്ള കൽപ്പനയുള്ള ശിഷ്യന്മാരാണ് അവിടെ അവനെ ആരാധിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ കാണുന്നു ചിലര് അവനെ സംശയിച്ചു. ഇന്നും ക്രിസ്തീയ വിശ്വാസത്തിൽ അവൻ തന്നെയാണ് യഹോവയായ ദൈവം, അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാത്ത ഭൂരിപക്ഷം ജനമാണ് ഇന്നും ലോകത്തിലുള്ളത്. അപ്പോൾ എവിടെ തന്നെ പറയുന്നുണ്ട്, എനിക്ക് സർവ്വ അധികാരം. എവിടുത്തെ സർവ്വ അധികാരമാ? ഈ ഭൂമിയിലെ മാത്രമല്ല, സ്വർഗത്തിലെയും സകല അധികാരം. അപ്പൊ സ്വർഗത്തിലെ അധികാരി ആയെങ്കിൽ പിന്നെ അവിടെ ഒരു അധികാരി മാത്രമേ ഉള്ളെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് അവിടെ കാണുന്നു. എന്നിട്ടാണ് ഈ 19-ാമത്തെ വാക്യം, ഈ സഹോദരൻ പറഞ്ഞ വാക്യം, അവിടെ എല്ലാ പെന്തക്കോസ്തുകാരും എല്ലാ തൃത്വക്കാരും എടുത്തുകൊണ്ട് നടക്കുന്ന ഒരൊറ്റ വാക്യം, അവിടെ 3 വ്യക്തികളാന്ന് കാണിച്ചുകൊണ്ട് നടത്തുന്ന 3 കൽപ്പനെ പാലിക്കുവാനുള്ള ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഉപദേശങ്ങൾ ഇല്ലാതെ കൽപ്പന എങ്ങനെ പാലിക്കും എന്നുള്ള കാര്യം അവർ ആലോചിക്കുന്നില്ല. ഇവർ കേട്ടത് പലതും ശിഷ്യന്മാർ കേൾക്കുകയും പിന്നെ അവർക്ക് അതിന്റെ അർത്ഥം അറിയാതെ നടക്കുകയും ചെയ്യുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ് വരുന്നിടം വരെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. അപ്പോൾ ഉപദേശമില്ലാത്ത കൽപ്പന അവർ കേട്ടാലും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. അതുപോലെയാണ് ഈ കൽപ്പന ഏറ്റെടുത്ത് ഇന്ന് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഇന്ന് നടത്തുന്ന സ്നാനം ഉപദേശങ്ങളില്ലാതെ കൽപ്പനയെ കേട്ടുകൊണ്ട് അത് പാലിക്കുന്ന രീതിയിൽ. അപ്പം ഉപദേശമില്ലാതെ ഒരിക്കലും അത് കൽപ്പനയെ പാലിക്കുന്നത് പോലെ ആകത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവില്ലാതെ ഒരിക്കലും അത് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ടുള്ളത്, കർത്താവായ യേശു ക്രിസ്തു അവരോട് കൂടെയുണ്ട്. അപ്പൊ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കർത്താവായ യേശു ക്രിസ്തു അവരോട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള വ്യക്തമായിട്ടുള്ള ഉറപ്പ് അവർക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ മൊത്തം വായിച്ചിട്ടാണ് ഈ ഒരു പദങ്ങളെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ ഒരൊറ്റ വാക്യം മാത്രം എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു 19 മാത്രം എടുത്തുകൊണ്ട് അത് ശരിയാന്ന് പറയുന്ന കാര്യം വളരെ തെറ്റാണെന്ന് നമുക്ക് വളരെ ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ഈ ഒരു ഒറ്റ വാക്യം എടുത്തുകൊണ്ട് മാത്രം സ്നാനം ചെയ്താൽ ഒരിക്കലും അത് ശാശ്വതമാകില്ല എന്നുള്ള കാര്യം ഞങ്ങളെ കേൾക്കുന്നവരെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഞാൻ വീഡിയോയുടെ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു പോകുന്നു. ഇവിടെ യേശു കർത്താവ് പറയുവാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഹല്ലേലൂയ. ഇനി മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഓരോ സുവിശേഷങ്ങളും എടുത്ത് ഈ സ്നാനത്തെ സംബന്ധിച്ച് യേശു കർത്താവ് സംസാരിച്ച വചനഭാഗങ്ങൾ ഒന്ന് പരിശോധിക്കാൻ പോവാണ്. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. അപ്പൊ ഇവിടെ ഏത് നാമത്തിൽ സ്നാനം ചെയ്യണം എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം നമ്മളൊന്ന് പരിശോധിക്കാൻ പോവാണ്. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. വണ്ടർഫുൾ ലോർഡ് ജീസസ് എന്നിട്ട് പറയാണ്, പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെയും ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും ഏത് നാമത്തിൽ സ്നാനം ചെയ്യണം എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അടുത്ത ചോദ്യം എനിക്ക് പാസ്റ്റർ ജോയിയോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം ശരിയാണോ? അവിടെ നാമം കൊടുത്തിട്ടില്ലയോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് അവിടെ ഒരു നാമം കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. നമ്മൾ ഇവിടെ ലൂക്കായുടെ സുവിശേഷം അതിന്റെ 24-ാമത്തെ അധ്യായത്തെ 44 മുതലുള്ള വാക്യത്തിൽ കാണുമ്പോൾ അവിടെ ഒരു നാമം ഉണ്ടോ ഇല്ലയോ? ഞാൻ കണ്ട ഒരു എക്സാമ്പിൾ എങ്ങനെയാണ്, എന്റെ പിതാവാണ് കഷ്ടപ്പെട്ട് ഈ ഭൂമി മേടിച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ ഭൂമി എഴുതുമ്പോൾ എൻ്റെ പിതാവിന്റെ നാമത്തിൽ തന്നെ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്ന ഡോക്യുമെന്റിനകത്ത് പിതാവിന്റെ നാമം വേണ്ടായോ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു പറച്ചിൽ. ബേസിക്കലി അവിടെ ഞാൻ പിതാവിന്റെ നാമം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ ഇവിടെ നാം കേട്ട വീഡിയോയിൽ ആ ബ്രദർ പറഞ്ഞിരിക്കുന്ന ആശയം വാസ്തവത്തിൽ വചനവിരുദ്ധമാണ്. കാരണം ഒരിടത്ത് നാമം പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു വചനത്തെ മാത്രം കണ്ടുകൊണ്ട് മുൻപോട്ട് പോയാൽ നമുക്ക് പെശക് പറ്റും. എന്നാൽ അതിനോട് ബന്ധപ്പെട്ട മറ്റു വാക്യങ്ങളും വചനങ്ങളും ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇതിനെല്ലാം കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. ഒരു ഭാഗത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് അതിന്റെ അർത്ഥമുണ്ടാകും. അതിന് ഉദാഹരണം അദ്ദേഹം തന്നെ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 28:19 പറയുന്നത്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, നാമങ്ങളിലല്ല നാമത്തിൽ എന്നവിടെ പറയുന്നു. അതുപോലെ ഇപ്പോ കർത്താവിന്റെ ദാസൻ ബിൽസൺ ബ്രദർ പറഞ്ഞതുപോലെ ലൂക്കോസിന്റെ സുവിശേഷത്തിന് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നു, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും, അവിടെയും നാമം പറയുന്നുണ്ട്. പിന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ നാമം പറയുന്നില്ല എന്ന് വാദിച്ചുകൊണ്ട് അതിനെ സമർത്ഥിക്കുവാൻ വരുന്നത് പമ്പര വിഡിത്തം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു ഉദാഹരണം കൂടെ അതിനോട് ചേർന്ന് പറയാം. ഉദാഹരണം, അപ്പോസ്തല പ്രവൃത്തി 2:38 നമ്മൾ 8:38 വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 8:38 വായിക്കുമ്പോൾ, എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ കന്നക്ക പീലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവരെ സ്നാനം കഴിപ്പിച്ചു. അവിടെ നാമം പറയുന്നില്ല. ഇത് പല ബന്ധക്കോസുകാരും എടുത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടെയും നാമം പറയുന്നില്ല. അപ്പൊ അവിടെ ന്യായമായിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്നെ സ്നാനപ്പെടുത്തിയത് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അവരുപയോഗിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാത്താൻ അവരിലൂടെ തെറ്റായി പഠിപ്പിക്കുന്ന ഒരു വാക്യമായത് ഏതാ? അപ്പോസ്തല പ്രവൃത്തി 8:38 ഷണ്ണൻ സ്നാനപ്പെട്ടപ്പോൾ അവിടെ നാമം പറയുന്നില്ല. അതുകൊണ്ട് ഈ നാമം ഇവിടെ ആവശ്യമാണെന്ന് വലിയ അർത്ഥമൊന്നുമില്ല. അവിടെ നാമം ഉച്ചരിക്കണമെന്ന് അർത്ഥമില്ല എന്ന് പഠിപ്പിക്കുന്ന പെന്തക്കോസ് പണ്ഡിതന്മാര് ഇന്നുണ്ട്. എന്നാൽ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അവിടെയും മനസ്സിലാക്കേണ്ടത് അവിടെ സ്നാനപ്പെടുത്തിയ വ്യക്തി ആരാണ്? സ്നാനപ്പെടുത്തിയ വ്യക്തി ആരാണെന്ന് നോക്കുമ്പോൾ ആ വ്യക്തി എങ്ങനെ സ്നാനപ്പെടുത്തി എന്ന് ന്യായമായി ചിന്തിക്കാം. കാരണം ഇവിടെ സ്നാനപ്പെടുത്തിയത് പീലിപ്പോസ് ആണ്. പീലിപ്പോസ് ആരാണ്? അതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. പീലിപ്പോസ് ആരാണെന്നുള്ള ചോദ്യത്തിന് മറുപടി അപ്പോസ്തല പ്രവൃത്തി 8:12 വായിക്കുമ്പോൾ, എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന പീലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. 8:12. അപ്പോൾ പീലിപ്പോസ് യേശു നാമക്കാരനായിരുന്നുവെന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഒരു യേശു നാമക്കാരൻ ഒരിക്കലും നാമം പറയാതെ സ്നാനപ്പെടുത്തുകയില്ല. അവർ സ്നാനപ്പെടുത്തുന്ന നാമം ശ്രേഷ്ഠമേറിയ പാപമോചനത്തിന് പര്യാപ്തമായ സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ച ആ നാമമായ യേശു ക്രിസ്തുവിന്റെ നാമം തന്നെയായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു തെളിവ് കൂടെ എടുത്താൽ അപ്പോസ്തല പ്രവൃത്തി 8:16 കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നേയുള്ളൂ. അപ്പൊ പീലിപ്പോസ് ശമരിയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയിട്ട് അതേ പീലിപ്പോസ് തന്നെ, യേശു നാമക്കാരനായ പീലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തിയപ്പോൾ നാമം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. താൻ നാമം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ സ്നാനം ഏറ്റു എന്ന് പറയുന്നു. അതെങ്ങനെയായിരിക്കും? യേശു നാമക്കാരനായ പീലിപ്പോസ് ശമരിയയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയിട്ട് ഇപ്പുറത്ത് വന്ന് തൃത്വത്തിൽ സ്നാനപ്പെടുത്തുന്ന ഇന്ന് ഉള്ള പെന്തക്കോസുകാരെ പോലെ അവസരവാദി അല്ല. അവസരവാദി അല്ലെന്ന് ധാരാളം തെളിവുണ്ട് കേട്ടോ. ഞങ്ങളുടെ വാക്ക് ഊവെന്നും ഇല്ല എന്നും ആകുന്നുവെന്നാണ്. കർത്താവ് നിമിത്തം കൽപ്പിച്ച് ആ കർത്താവ് പറഞ്ഞ വാക്കുകള് അതിന്റെ അർത്ഥം മനസ്സിലാക്കി അവർ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവര് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്ന് ഇന്ന് പെന്തക്കോസുകാര് പറയുന്ന അക്ഷരം പറഞ്ഞ് മുക്കുകയല്ല.
എന്തെങ്കിലും ഒരു ആധാരം നടക്കുന്നുവെങ്കിൽ അവിടെ ഒരു നാമം, ഒരു പേര് അവിടെ എഴുതണമെങ്കിൽ ആ പേര് പിതാവെന്നോ പുത്രനെന്നോ ഭർത്താവെന്നോ അല്ല അവിടെ പേരെഴുതുന്നത്. ആ പിതാവിന്റെ പേരെന്താണെങ്കിൽ ആ പേര് പറയണം. അങ്ങനെയെങ്കിൽ പീലിപ്പോസിനെ സ്നാനപ്പെടുത്തിയത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയാണ് എന്ന് ഏതൊരു വ്യക്തിയും, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഏതൊരു വ്യക്തിക്കും വിശ്വസിക്കുവാൻ കഴിയും. ഊഹാഭോഗത്തിന്റെ പിന്നാലെ പോകേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം എടുത്തുകൊണ്ട്, ഇവർ സാധാരണ വരുന്നത് എല്ലാം ഒരു വാക്യം എടുത്തുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 28:19 മാത്രം എടുത്തുകൊണ്ട് സമർത്ഥിക്കാൻ വരിക എന്ന് പറയുമ്പോൾ വേറെ ഒരു 10, 12, 13, 14 വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം നടത്തിയ തെളിവ് വ്യക്തമായി വിശുദ്ധ ബൈബിളിൽ എടുത്തു കാണിക്കുവാൻ ഇവിടെയുള്ള യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് കഴിയും. അങ്ങനെയുള്ള തെളിവുകൾ ഇരിക്കെ ഈ ഒറ്റ വാക്യം പിടിച്ചോണ്ടാ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാക്യം എടുത്തുകൊണ്ട് അവിടെ നാമം പറയുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന ആ പരിപാടി തികച്ചും സാത്താന്റെയാണ്. 24-ലും നാമം ഇല്ലെന്നാ പറയുന്നത്. അതാണ് ഞാൻ ഇപ്പം നോക്കുന്നത്. ലൂക്കോസ് 24-ലും അദ്ദേഹം നാമമില്ലെന്നുള്ള കള്ളമാണ് അവിടെ പറയുന്നത്. ഓക്കെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അപ്പം ലൂക്കോസ് പാവമോചനവും യെരൂശലേമിൽ തുടങ്ങി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പൊ ക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരവും പാവമോചനവും എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും എന്ന് പറയുമ്പോ നാമം ഇല്ലെന്നാ അദ്ദേഹം പറയുന്നത്. അവിടെ ഒരു നാമം പറഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. അല്ല, അത് യെരൂശലേമിൽ തുടങ്ങണം എന്ന് പറയുമ്പോൾ യെരൂശലേമിൽ തുടങ്ങിയത് എങ്ങനെയാണെന്ന് അപ്പോസ്തല പ്രവൃത്തി 2:38 ഏതൊരു വ്യക്തിക്കും ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. അല്ലല്ല, അവിടെ തന്നെ നമ്മളിപ്പോ ഈ ലൂക്കോസിന്റെ 24-ൽ നാമം പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്തു മരിക്കുകയും കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരം. ക്രിസ്തുവിന്റെ നാമത്തിലാണ് മാനസാന്തരം തുടങ്ങേണ്ടത്. അപ്പൊ ക്രിസ്തുവിന്റെ നാമം യേശു ക്രിസ്തു ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹം അവിടെ പറയുന്ന നാമം പറഞ്ഞിട്ടില്ല, യേശു ആണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പം യേശുവിന്റെ പറഞ്ഞ വാക്യത്തെ തന്നെ ഖണ്ഡിച്ചുകൊണ്ട് ആണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അവിടെ നാമം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ബേസിക്കലി അപ്പൊ ചിന്തിച്ചാൽ മതി, ഇവരെയൊക്കെ ഭരിക്കുന്ന ആത്മാവ് സത്യത്തിന്റെ ആത്മാവല്ല, വ്യാജത്തിന്റെയും വഞ്ചനയുടെയും ബാബിലോൺ എന്ന് പറയുന്ന ആ തൃത്വത്തിൽ നിന്ന് കയറി വന്ന ആത്മാവാണെന്ന് വ്യക്തമാണ്. അത് അവർ മനസ്സിലാക്കട്ടെ, അവരെ അനുഗമിക്കുന്ന സഹോദരങ്ങൾ മനസ്സിലാകട്ടെ. ഇവർ പറയുന്ന വ്യാജമാണ്, ഇവരുടെ ഈ വ്യാജവാക്യം വിശ്വസിച്ച് വിലപ്പെട്ട ആത്മാവിനെ നഷ്ടമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് വിരമിക്കുന്നു. കർത്താവിന്റെ ദാസൻ വിൻസൻ ബ്രദർ വാക്യം സംസാരിക്കും. താങ്ക് യു. അപ്പം ഈ പാസ്റ്റർ പറഞ്ഞത് മാതിരി ഇവിടെ നമ്മൾ ഈ ഒരു വാക്യം എടുക്കേണ്ടത് മത്തായി സുവിശേഷം 28-ന്റെ ഇണവാക്യമായിട്ടാണ് എടുക്കേണ്ടത്. ഇവിടെ പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണത്തിൽ പ്രവാചക പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം യേശുവിനെ പറ്റി തന്നെയാണ്. ഞാൻ തന്നെ യഹോവ എന്ന് പറയുമ്പോൾ 1 പത്രോസ് അതിന്റെ 10-11 പറയുന്നു, ഇത് ക്രിസ്തുവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനും ഇല്ല, വേറൊരു ദൈവവും ഇല്ല എന്ന് പറയുന്നു. ആ ഒരു കാര്യമാണ് കർത്താവ് ഇവിടെ ആദ്യം പറയുന്നത്. പിന്നെ അവരുടെ ബുദ്ധിയെ തുറക്കുന്നു. 3 വർഷം കർത്താവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് ബുദ്ധി തുറന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ആശ്ചര്യപ്പെടും. ഈ ബൈബിള് വന്ന് ഇതിന്റെ കുറച്ച് താളുകൾ വായിച്ചിട്ട് എനിക്കെല്ലാം മനസ്സിലായി, കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്ന ബുദ്ധിഹീനർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. കർത്താവിന്റെ കൂടെ 3.5 വർഷം നടന്നവരെ കർത്താവ് പറയുന്നു അവിടെ ബുദ്ധിഹീനരെ എന്ന് പറയുന്നു. പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്നു. ഇവിടെ പറയുന്നു ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ. അപ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ. ക്രിസ്തുവിന്റെ നാമം എന്താണെന്ന് എല്ലാവർക്കും ആരോട് ചോദിച്ചാലും ക്രിസ്തു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ആണ് ക്രിസ്തു എന്ന് പറയും. അതുപോലും കള്ളം വ്യാജം പറഞ്ഞുകൊണ്ട് കണ്ണിപ്പൊടി ഇട്ടിട്ട് വചനം മുമ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അതിനകത്ത് കണ്ണിപ്പൊടി ഇട്ടിട്ട് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം കാണിച്ചത്. പിന്നെ ഇവിടെ പറയുന്ന വേറൊരു കാര്യമുണ്ട്, സ്നാനം. അതായത് എന്താകുന്നു സ്നാനം? പാപമോചനവും മാനസാന്തരവും ആകുന്നു. ഇതാണ് പത്രോസ് അവിടെ പറയുന്നത്. മാനസാന്തരപ്പെട്ട്
പാപമോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിന്റെ ദാനം ലഭിക്കുമെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ, കർത്താവ് പഠിപ്പിച്ചതുപോലെ അവിടെ പത്രോസ് അവിടെ തുടങ്ങുന്ന കാര്യം, അവിടെ നാമം പറയുന്നതും ഇതുകൊണ്ടാണ്. മശിഹായുടെ നാമമാണ് അവിടെ പറയുന്നത്. എന്തുകൊണ്ടാൽ അവന്റെ നാമത്തിലാണ് മാനസാന്തരവും പാപമോചനവും. അതുകൊണ്ടാണ് ഈ വാക്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനത്തിനുള്ള ഇണവാക്യം. എന്താന്ന് വെച്ചാൽ ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്യങ്ങൾ തന്നെയാണ്. ഇത് ശിഷ്യന്മാരോട് കൽപ്പിച്ച വാക്യങ്ങൾ തന്നെയാണ്. അവരോട് പറയുന്നു, പോയി യെരുശലേമിൽ, ഇതിന്റെ തന്നെ അന്ത്യത്തിൽ പറയുന്നു, നിങ്ങൾ പോയി യെരുശലേമിൽ പോയി പാർത്ത് മുകളിൽ നിന്നും വരുവാനുള്ള ശക്തിയെ വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ വളരെ വ്യക്തമായ വചനങ്ങളാണ്. അതിനകത്തു നിന്നൊക്കെ വെട്ടിക്കുറച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ എതിരായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് ഇനി കടന്നു പോകാം വീഡിയോയുടെ. ഇനി 4-ാമത്തെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയാണ്, അവൻ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവിന്റെയും പുത്രന്റെയും പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അദ്ദേഹം അവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സമാധാനം എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. ഇല്ലാത്ത കാര്യം അവിടെ എടുത്തു പറയുന്നു. പറഞ്ഞിട്ട് അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും, എന്നാൽ നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. അപ്പൊ ഇവിടെയും യോഹന്നാന്റെ സുവിശേഷത്തിലും ഏത് നാമത്തിൽ സ്നാനം ചെയ്യണം എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ 4 സുവിശേഷങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഏതു നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന് വ്യക്തമാക്കുന്ന ഒരേ ഒരു വചനം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിലാണ് യേശു കർത്താവ് ഏത് നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നൊരു കൽപ്പന കൊടുക്കുന്നത്. അതിനകത്ത് ഒനോമ, നാമത്തിൽ എന്ന് പറയുന്ന മലയാളം വാക്കിന് ഇംഗ്ലീഷിൽ ഇൻ ദ നെയിം ഓഫ് എന്ന് പറയുമ്പോൾ അത് ഗ്രീക്കിൽ എന്താണ്, നമ്മൾ ഒനോമ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ്. ആ പദത്തിന് ഗ്രീക്കിൽ 4 വ്യത്യസ്ത ഉപയോഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് വ്യക്തികളുടെ പേര് രേഖപ്പെടുത്തുന്ന അർത്ഥത്തിൽ അതിനെ ഉപയോഗിക്കാം. രണ്ടാമത് ബഹുമാനം നൽകുന്ന ഒരർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ, ഒരു പദവിയായിട്ട് അതിനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു വ്യക്തിയിലുള്ള ഒരു വിശ്വാസത്തിന്റെ എക്സ്പ്രഷനായിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ശരിക്കും യേശു കർത്താവ് പറഞ്ഞ രീതിയിലാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഈ ഒരു വിഷയത്തെ പറ്റി ബ്രദർ സൈമണിനോടാണ്. ഒനോമ എന്നുള്ള പദം നാമം എന്ന് പറയുമ്പോൾ അവന് ഈ ഒരു ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് നല്ല നാമമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്ന രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു പ്രശസ്തി ഉണ്ട് എന്നൊക്കെ, അതൊക്കെ എല്ലാ ഇംഗ്ലീഷിനകത്തും ഉണ്ട്. ഹി ഹാസ് മെയ്ഡ് എ നെയിം ഫോർ ഹിംസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, അവന് ഇച്ചിരി പ്രശസ്തി ഉണ്ടെന്ന് പറയുന്നു. ആ ഒരു കാര്യമാണ് ഗ്രീക്കിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് ചെയ്യുന്നത്. പക്ഷെ ഗ്രീക്കിനകത്ത് നമ്മൾ കാണുന്നത് വളരെ വ്യക്തമായിട്ട് ഗ്രീക്കിലുള്ള ഇതിന്റെ ഉപയോഗങ്ങൾ സിംഗുലർ വേർഡ്സിന് വേണ്ടിയാണ്. അപ്പൊ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഞാൻ അപ്പോഴത്തേക്ക് പ്രസന്റേഷൻ ഇടുന്നതായിരിക്കും. അപ്പം ഇത് പേരിന് ഉപയോഗിച്ചാലും അല്ലെങ്കിൽ പ്രശസ്തിന് ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഇതൊരു അധികാരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്ന നീദർ ദർ ഈസ് സാൽവേഷൻ ഇൻ എനി അതർ, വേറെ ഒരു വ്യക്തിയിലും സാൽവേഷൻ ഇല്ല. പിന്നെന്താ പറയുന്നത്, ഫോർ there is none other name given amongst men whereby we must be saved. അപ്പം വേറൊരു നാമം നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ ഏത് നാമത്തിന്റെ അല്ലെങ്കിൽ വേറെ ഏത് അധികാരം, സർവ്വ അധികാരം യേശു ക്രിസ്തുവിന് കൊടുത്തേക്കുക. അതുമല്ല, ഈ നാമം എടുക്കാതെ പാപമോചനം ഇല്ലെന്നുള്ള എത്രമാത്രം വചനങ്ങളുണ്ട് ബൈബിളിനകത്ത്. നമ്മൾ ലൂക്കോസിന്റെ 24:47-47 കാണുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ കാണുന്നുണ്ട് അവന്റെ നാമത്തിലാണ് പാപമോചനം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2:38 നമ്മൾ കണ്ട് ഇൻ ഹിസ് റെമിഷൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദ റെമിഷൻ ഓഫ് സിൻ. അതുമല്ല, അപ്പോസ്തല പ്രവൃത്തി 10:43 വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഓഫ് ഹിം all the prophets bear witness that through his name everyone who believes him receive forgiveness of sin. അപ്പൊ അവന്റെ നാമത്തിലാണ്
പാപമോചനം ഉള്ളത്. അപ്പൊ ഈ നാമം ആയാലും യേശുവിന്റെ അധികാരമായാലും സർവ്വ അധികാരം യേശു ക്രിസ്തുനാണെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് ബൈബിളിനകത്ത് എല്ലായിടത്തും നമ്മൾ കാണുന്ന പത്രോസ് പേരെടുക്കുന്നു. അതുമല്ല പൗലോസിനോട് പറയുന്നത് എന്തുവാ? പൗലോസ് എങ്ങനെയാ സ്നാനപ്പെട്ടേക്കുന്നത്? പൗലോസിനോട് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? പൗലോസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നത്തെ വചനം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരുന്നു? പൗലോസിനോട് പറയുമ്പോഴത്തേക്ക് ഗെറ്റ് അപ്പ് ആൻഡ് വാഷ് അവേ യുവർ സിൻസ് കോളിംഗ് ഓൺ ഹിസ് നെയിം. അപ്പൊ പാപം കഴുകി കളയാനും അവന് നാമം എടുക്കേണ്ട ആവശ്യമാണ്. അപ്പം നമ്മള് നാമം ഒനോമാനോ ഗ്രീക്കിനകത്ത് തന്നെ 4 അർത്ഥം ഉണ്ടെന്നൊക്കെ എല്ലാം പറഞ്ഞാലും ശരി, 4 ഗ്രാമാറ്റിക്കൽ സെൻസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഒരേ നാമത്തിന് തന്നെ നമുക്ക് ദ്രവ്യനാമം എന്ന് പറയാം, ഗുണനാമം എന്ന് പറയാം, ക്രിയാനാമം എന്ന് പറയാം, സർവനാമം എന്ന് പറയാം. അപ്പൊ ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സാധാരണ രീതിയിൽ കോമൺ നൗൺ അല്ലെങ്കിൽ സർവനാമത്തിന്റെ ഇതില്ല വരുന്നത്. അല്ലാതെ ഒരിക്കലും അതിനെ നാമം എന്നുള്ള ആ ഒരു പേരെന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രോപ്പർ നൗൺ ആയിട്ട് വരും, പ്രോപ്പർ നൗൺ. അപ്പൊ അതുമല്ല നെയിംസ് അല്ലല്ലോ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. മത്തായി 28:19 നെയിംസ് അല്ല. ഓക്കെ, അപ്പൊ നെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 3 ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ 3 ടൈറ്റിൽ ഒരു നാമാന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് സെക്കരിയയുടെ നമ്മള് 14:9 വായിക്കുമ്പോഴത്തേക്ക് ഇൻ ദാറ്റ് ഡേ the Lord is one, the Lord is one, his name one. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ലോർഡ് ഒന്നാണ്, ലോർഡിന്റെ നാമം ഒന്നാന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആവുന്നുണ്ട്. അതുമല്ല വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ലെന്നുള്ള വചനമുണ്ട്. അതുമല്ല നമ്മൾ കൊലോസിയർ 3:17 വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുന്ന എന്തുവാ? വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തു കൊള്ളുക. അവിടെ നാമം കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പൊ വാക്കിനാലും, അപ്പം ഈ സ്ഥാനത്തിനകത്ത് വാക്ക് ഉപയോഗിക്കുന്നില്ലയോ, ക്രിയ ഇല്ലയോ? അപ്പൊ വാക്കിനാലും ക്രിയയിലും എന്ത് ചെയ്താലും എല്ലാം ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. കൊലോസിയർ 3:17 വായിക്കുമ്പോൾ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതും വ്യക്തമാണ്. വേറൊരു നാമം ഇല്ല, നമുക്ക് യേശുവിനെ അല്ലാതെ വേറൊരു നാമം വിളിക്കാനില്ല. അപ്പൊ ഈ പിതാവിന്റെ നാമം എന്തുവാന്നുള്ള കാര്യം കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. പുത്രന്റെ നാമം എല്ലാവർക്കും അറിയാം, പരിശുദ്ധാത്മാവിന്റെ നാമം എന്തുവാന്നുള്ളത് കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് വചനത്തിനകത്തുണ്ടല്ലോ ആ ഭാഗം. നമുക്ക് അത് പിന്നെ ഡിസ്കസ് ചെയ്യാം, ഇല്ലയോ? ശരിയാ. അപ്പൊ അവിടെ നമ്മൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ ഗ്രമാറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ നാമത്തിൽ എന്ന് പറഞ്ഞാലും ഇൻ ദ നെയിം ഓഫ്, അത് അവിടെ വളരെ വ്യക്തമായിട്ടുള്ള കൺസ്ട്രക്ട് ഉണ്ട്. ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ഇത് 3 ഒരേ നാമമാണെന്നുള്ള കാര്യമാണ് വളരെ ക്ലിയർ ആയിട്ട് അവിടെ നമുക്ക് കൺസ്ട്രക്റ്റിനകത്ത് പോലും കാണാൻ പറ്റുന്നത്. അദ്ദേഹം ഈ ഗ്രമാറ്റിക്കൽ ടൈപ്പ് ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം, സർവനാമം 4 അർത്ഥങ്ങളാക്കി അദ്ദേഹത്തിന്. അപ്പൊ അതാണ് കണ്ണി പൊടി വാരിയിടുന്ന പരിപാടിയാണ് ബേസിക്കലി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെയിമിന്റെ ആപ്ലിക്കേഷൻ. എന്ന് വെച്ചാൽ ഇപ്പം ഓരോ ദ്രവ്യനാമ വസ്തുക്കളുടെ പേരായ ശബ്ദത്തിന് ദ്രവ്യനാമം എന്ന് പറയുന്നു. അപ്പോൾ ഉദാ, മല, കൃഷ്ണൻ, രാജു. അപ്പൊ ഇത് ദ്രവ്യനാമത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഒരു നാമമുണ്ട്, ആ നാമത്തിലാണ് സ്നാനം കഴിപ്പിക്കേണ്ടത്. ആ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ കോമൺ നൗണെന്നോ അല്ലെങ്കിൽ സാമാന്യ നാമമെന്നോ സമൂഹ നാമമെന്നോ മേനാമമെന്നോ ഒന്നും അല്ല പറയുന്നത്. ആ പിതാവിന്റെ നാമത്തിൽ, പുത്രന്റെയും നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, ഒരേ നാമം, ആ നാമത്തിലാണ് കഴിപ്പിക്കേണ്ടത്. അപ്പൊ ഒരു പേര്, ഈ ഒരു ദ്രവ്യനാമം, ദ്രവ്യങ്ങളുടെ വസ്തുക്കളുടെ പേരായ ശബ്ദത്തിന്റെ ദ്രവ്യനാമം എന്ന് പറയുന്നു. അത് ഉദാ അല്ലെങ്കിൽ മല അല്ലെങ്കിൽ കൃഷ്ണൻ, രാജു എന്ന് പറയുന്ന പ്രോപ്പർ നൗൺ ആയ പേരിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ പാലിച്ചതും അവര് വെളിപ്പെടുത്തിയതും എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അടുത്ത നമുക്ക് വീഡിയോയുടെ ഭാഗത്തിലേക്ക് കടന്നു പോകാം. കുറച്ച് സമയം കൂടെ ഉണ്ട്. നമുക്ക് സമയം അതിക്രമിച്ചാൽ നമുക്ക് അടുത്ത ഒരു അവസരത്തിൽ അത് എടുക്കാവുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്ക് നോക്കാം എത്ര ചെയ്യാൻ പറ്റുന്നത്. ആണോ അപ്പസ്തോലന്മാർ സ്നാനം കഴിപ്പിച്ചത്, അല്ലെങ്കിൽ യേശു കർത്താവ് കൽപ്പിച്ച രീതിയും
അപ്പസ്തോലന്മാർ സ്നാനം കൽപ്പിച്ച രീതിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? നമ്മൾ കാണാൻ പോവാണ്. എടുക്കാം, നമുക്ക് അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വേഗം പ്രവേശിക്കാം. അവിടെ പറയുന്നു, ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഈ വചനഭാഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എന്നേക്കാൾ വചനം അറിയാവുന്നവരാണ് നിങ്ങൾ എല്ലാവരും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വിശദീകരിച്ച് സമയം കളയാൻ പോകുന്നില്ല. വേഗം തന്നെ ഇതിന്റെ ആശയത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം. 38-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും, ശ്രദ്ധിച്ച് കേൾക്കണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇവിടെ അപ്പസ്തലനായ പത്രോസ് പറയുകയാണ്, ഹല്ലേലൂയ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അപ്പൊ ഇവിടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറയുന്ന ആ നാമത്തിൽ എന്ന പദത്തിനും ഹെബ്രായ ഭാഷയിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ എന്താണ് ഒനോമ എന്ന് പറയുന്ന വാക്കാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഉപയോഗിച്ച നാമത്തിന് ഉപയോഗിക്കുന്ന അതേ പദം തന്നെയാണ് ശരിക്കും അപ്പസ്തോല പ്രവർത്തികളിൽ ശരിക്കും ഉപയോഗിക്കുന്ന നാമം. യേശുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറയുന്ന ആ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒനോമ എന്ന് പറയുന്ന വാക്കാണ്. അപ്പൊ ഇവിടെ ഞാൻ നിർത്തിയിട്ട് ഇനി അടുത്തത് പാസ്റ്റർ അബ്രഹാം കുട്ടിയോട് ചോദിക്കാൻ പോകുന്നത്, ഈ നമുക്ക് യോവേൽ പ്രവചനം, ഇദ്ദേഹം പറയുന്നു ബാക്ക്ഗ്രൗണ്ട് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് അവിടെ അറിയാം, ബാക്ക്ഗ്രൗണ്ട് അവിടെ ഇല്ലാതെ ഇതിനെ നമുക്ക് കാണുവാൻ സാധ്യമല്ല എന്ന് നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അവിടെ ഒരു പ്രവാചക ശബ്ദമുണ്ട്. പ്രവാചക ശബ്ദം അപ്പോസ്തോല പ്രവൃത്തിയുടെ 2-ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള വാക്യത്തിൽ അവിടെ ഈ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ആ ഒനോമ അവിടെ വ്യക്തമാക്കുന്നത്. ഒനോമ അല്ലെങ്കിൽ നാമം അവിടെ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ്. യഹോവയുടെ നാമം എന്താണ് എന്നാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യോവേൽ പ്രവചനത്തിനകത്ത് പറഞ്ഞ ഈ കാര്യത്തോട് ഉദ്ധരിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. എന്താ വെച്ചാൽ പ്രവാചകന്മാര് പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, അപ്പൊ ഈ പ്രവാചകൻ പറഞ്ഞത് യോവേൽ പ്രവചനത്തിൽ പറഞ്ഞതും എന്ത് അവിടെ പത്രോസ് പറഞ്ഞു എന്നുള്ള കാര്യമാണ് അടുത്തത് നമുക്ക് സംസാരിക്കാനുള്ളത്. പെന്തക്കോസ്ത് ദിവസം പത്രോസ് പ്രസംഗിക്കുമ്പോൾ അതിനു മുമ്പായി പരിശുദ്ധാത്മാവ് വന്ന് ഏകദേശം 120 പേര് അന്യഭാഷയിൽ സംസാരിക്കുകയും കൂടി വന്നവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന കേട്ട് അവർക്ക് വളരെ അത്ഭുതമുണ്ടായി. ചിലര് പറയാണ് ഇവര് മദ്യം കഴിച്ചിട്ട് ലഹരി പിടിച്ചവരായിരിക്കുന്നു, അവരെ കളിയാക്കുകയാണ്. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു വിഷയമാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രന്മാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാൾ വരും മുമ്പേ സൂര്യനുള്ളായും ഇത് യോവേൽ പ്രവചനം പറഞ്ഞ സകല ജഡത്തന്മേലും എന്റെ ആത്മാവിനെ പകരും എന്നുള്ള ആ വാക്യത്തിന്റെ ഫുൾഫിൽമെന്റ് ആണ് ഈ 120 പേരിൽ കൂടെയുള്ള ആ അന്യഭാഷ അല്ലെങ്കിൽ അവർ വന്നിരിക്കുന്ന ജനങ്ങൾ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന എന്നുള്ള കാര്യം പത്രോസോടെ വിളിച്ചു പറയാണ്. മാത്രമല്ല ഇദ്ദേഹം ഈ നാമത്തിന് മാത്രം ഗ്രീക്കിൽ പോയിട്ട് ഒനാമയുടെ എടുക്കേണ്ട കാര്യം എന്താ ഇവിടെ ഉള്ളത്? ഈ നമ്മൾ ഇന്ത്യക്കാരായിരിക്കുമ്പോൾ കേരളീയരായിരിക്കുമ്പോൾ നാമം അല്ലെ പേർന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകും. ഇംഗ്ലീഷിൽ അത് നെയിം എന്ന് മനസ്സിലാകും. ഇനിയും ഇന്ത്യയുടെ ഒരു നോർത്ത് ഇന്ത്യൻ ഭാഷ ആയിരിക്കുന്ന ഹിന്ദിയിലാണെങ്കിൽ നാമം എന്ന് പറഞ്ഞാൽ അതും മനസ്സിലാകും. ഈ നാമം എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രം തെളിയിക്കാൻ ഒനാമ, ഒബാമ, പനാമ ഇവിടെയൊക്കെ പോകേണ്ട കാര്യമല്ല ഉണ്ടോ? ഇത് കേൾക്കുന്ന ജനങ്ങളെ നിങ്ങളുടെ കണ്ണ് കുരുടാക്കാൻ വേണ്ടി ഈ മജിഷ്യന്മാർ ഒരു കല്ലെടുത്തിട്ട് കൈ അങ്ങോട്ട് കൊണ്ട് തിരിച്ചിട്ട് പറയും, ഇത് ഞാനിപ്പോ ഈ കല്യാണം സ്വർണ്ണമാക്കി തരാന്ന് പറയും. അത് നോക്കുമ്പോ അങ്ങോട്ട് ഇട്ടിട്ട് അവർ സ്വർണ്ണക്കെട്ടി അവൻ ഒളിപ്പിച്ച് വെച്ച് കാണിക്കുമ്പോ അവർ നോക്കുമ്പോ അത് സ്വർണ്ണമായി തീരും, പക്ഷെ അത് കല്ല് തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ സ്നാന വിഷയത്തിൽ മാത്രം ഗ്രീക്കും ഹീബ്രുവും അരാമയിലേക്ക് പോവുക. ഒനാമ, ഇതെന്താ ഒനാമ? ഒനാമ, ഒബാമ, മദാമ ഇതൊന്നും ആവശ്യമില്ല. പേരെന്ന് പറഞ്ഞാൽ മതി. നാമം എന്ന് പറഞ്ഞാൽ ഏത് പൊട്ടന്മാർക്കും മനസ്സിലാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജോയൽ നാസ്രത്ത് എന്ന് പറയുന്ന നിങ്ങൾ ഇത് കേൾക്കുന്നെങ്കിൽ
അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും ലിസണേഴ്സും മനസ്സിലാക്കുക, ഇത് പക്ക ദുരുപദേശം. യേശുക്രിസ്തു പറഞ്ഞ കൽപ്പന കേട്ട ശിഷ്യന്മാർക്ക് 100% മനസ്സിലാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം യേശുക്രിസ്തു ആകുന്നു. മാത്രവുമല്ല, അവൻ യഹോവ, അവൻ തന്നെ നിങ്ങളെ രക്ഷിക്കാൻ വരും എന്ന് യെശയ്യാപ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. മാത്രവുമല്ല, മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് വ്യക്തമായി യേശുക്രിസ്തു പറയുമ്പോൾ, പഴയ നിയമത്തിൽ കാണുന്ന യഹോവ ഏതൊക്കെ ടൈപ്പിലുള്ള യഹോവയാണ്? തീർച്ചയായിട്ടും യഹോവയുടെ ആക്ടിവിറ്റീസ് അനുസരിച്ച് പല പേരുകൾ യഹോവയ്ക്കുണ്ട്. യഹോവ എലോഹിം, യഹോവ ഏലിയോൻ, യഹോവ അഡോണൈ, യഹോവ നിസി, യഹോവ റാഫ, യഹോവ എലോം, യഹോവ എൽറോയി, യഹോവ ഷാബോത്ത്, യഹോവ റോഹി, യഹോവ തിസ്കുനു, യഹോവ ഷാലോം, യഹോവ ഷെറബ്, യഹോവ എൽക്കാന, യഹോവ യസർ, യഹോവ അവിനു, യഹോവ ഹാഷ്ബോട്ട്, യഹോവ ഓറി, യഹോവ എൽ ഗിബോർ, യഹോവ ഇമ്മേക്ക, യഹോവ എൽനോസ്, യഹോവ ജീരെ. ഇതെല്ലാം യഹോവയുടെ പ്രവൃത്തി അനുസരിച്ചുള്ള പേരുകൾ അവന് കാണുമ്പോൾ, ഈ സെയിം യഹോവ രക്ഷകനായി കാണുന്നതാണ് മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം കാണുന്നത് യഹോശുവ. ദാറ്റ് മീൻസ് യാശുവ, യാ ബിക്കം ഷുവ. പഴയ നിയമത്തിലെ യാ യഹോവ ബിക്കം ഷുവ, രക്ഷകനായി തീർന്നാണ്. ആ ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. The God we see from Genesis to Malachi is the same God we see in New Testament, that is Immanuel. അതായത് ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് എന്ത് ചോദിച്ചാല്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായിട്ടുള്ള നാൾ വരുന്നു, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും. ആരുടെ നാമം വിളിച്ചപേക്ഷിക്കണം? പിതാവിന്റെ പേരിലോ പരിശുദ്ധാത്മാവിന്റെ പേരിൽ വിളിച്ചപേക്ഷിച്ചാൽ രക്ഷപ്പെടുവോ? എന്താ പറഞ്ഞിരിക്കുന്നത്? മറ്റൊരുത്തിൽ രക്ഷയില്ല. നിങ്ങൾ പറയുന്ന പിതാവ് ഒരു വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് വേറൊരു വ്യക്തിയാണെങ്കിൽ, ബൈബിൾ പറയുന്നു അവരിൽ രക്ഷയില്ല. ബിക്കോസ് neither is a salvation in any other, for there is none other name. രക്ഷപ്പെടുവാൻ ഒരു നാമവുമില്ല. അപ്പോൾ ഈ ശിഷ്യന്മാരോട് തന്നെ പറയുകയാണ് യേശുക്രിസ്തു, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ഈ ജോയൽ നാസറേത്തിന്റെ സുവിശേഷം കേട്ട് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ, നിങ്ങളും യേശുക്രിസ്തു ശിഷ്യന്മാരെ സംബോധന ചെയ്ത പോലെ നിങ്ങളും മന്ദബുദ്ധികളായിരിക്കുന്നു. ഇതുപോലെയുള്ള സുവിശേഷത്തെ കോട്ടിമാട്ടി അദ്ദേഹം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലെ സ്നാനം പറഞ്ഞതിന് ശേഷം മുഴുവൻ എടുക്കുന്ന വാക്യങ്ങൾ യേശുക്രിസ്തു മാത്രമുള്ള. എന്തൊരു ഫണ്ണിയാണ്! ഇദ്ദേഹം തെളിയിക്കേണ്ടത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ക്ലിയർ ആയിട്ടുള്ള വാക്യമുണ്ടെങ്കിൽ, ആ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും സ്ഥാനപ്പെടുത്തിയോ? ആര് പെട്ടു, എവിടെ പെട്ടു, ആര് പെട്ടു എന്നുള്ള ഒരു രേഖയല്ലേ എടുത്തു തരേണ്ടത്. ഇത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാ മത്തായി 20:10 പറഞ്ഞ ശേഷം ഉള്ള വചനങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിക്കുന്നത് യേശുക്രിസ്തു നാമത്തിലുള്ള. അപ്പോൾ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇദ്ദേഹത്തിന്റെ ഈ സുവിശേഷം സ്നാന വിഷയത്തിൽ 100% ദുരുപദേശമാണ്. ആ ദുരുപദേശം സാത്താന്റെ ആത്മാവിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കയറി. അദ്ദേഹം മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിന് വിരോധമായി സംസാരിക്കുന്ന ഏവന്റെയും ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് ലൂസിഫറിന്റെ ആത്മാവാണെന്ന് ബൈബിൾ കൂടെ തെളിയിക്കാം. എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തല പ്രവൃത്തി 10:43 പറഞ്ഞു, സകല പ്രവാചകന്മാരും അവന്റെ നാമത്തിൽ പാപമോചനം ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോശ തുടങ്ങി സകല പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളിലും ന്യായപ്രമാണത്തിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ യേശുക്രിസ്തു പഴയ നിയമത്തിൽ യഹോവയാണെന്ന് മനസ്സിലാക്കിയില്ല എങ്കിൽ, യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ ആദ്യം വിളിച്ചതുപോലെ മന്ദബുദ്ധികളെ എന്ന് ഇദ്ദേഹത്തിന് സുവിശേഷം കേൾക്കുന്ന നിങ്ങളെ വിളിക്കേണ്ടി വരും. അങ്ങനെ മന്ദബുദ്ധികളാകാതെ
യഥാർത്ഥമായിട്ടുള്ള സത്യം കേട്ട് പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുകയുള്ളൂ. ഈ പറയുന്ന ഈ ജോയൽ നാസറേത്തിന്റെ വ്യാപരിക്കുന്ന ആത്മാവ് ദുരാത്മാവാകുന്നു എന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായം 6-ാം വാക്യം വളരെ വ്യക്തമായി പറയുന്നു. അവിടെ എന്ത് പറയുന്നു? ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ആരുടെ വാക്ക് കേൾക്കണം? അപ്പോസ്തലന്മാരുടെ വാക്ക് കേൾക്കണം. അപ്പൊ അപ്പോസ്തലന്മാരുടെ വാക്ക് കേട്ട 3000 പേര് യേശുക്രിസ്തു സ്ഥാനപ്പെട്ടു. ശമരിയക്കാർ യേശുക്രിസ്തു സ്ഥാനപ്പെട്ടു. കൊർന്നല്യോസിന്റെ ഭവനക്കാർ യേശുക്രിസ്തു സ്ഥാനപ്പെട്ടു. എഫെസോസിലെ യോഹന്നാന്റെ മാനസാന്തര സ്ഥാനമേറ്റ അവര് 12 പേര് പൗലോസിന്റെ വാക്കുകളെ കേട്ട് യേശുക്രിസ്തുവിന്റെ സ്ഥാനമേറ്റുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാക്യങ്ങൾ ബൈബിളിൽ പറയുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വഞ്ചകന്മാരായിരിക്കുന്ന ആട്ടിൻ തോലിട്ട് ചെന്നായിരിക്കുന്ന ഇദ്ദേഹത്തെ നിങ്ങൾ സൂക്ഷിക്കുക, ദൈവം മനസ്സിലാക്കുക, സത്യം തിരിച്ചറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാകട്ടെ. അതുകൊണ്ട് താങ്ക് യു പാസ്റ്റർ. അപ്പം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ കാണാം, നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. നാമം അറിയാത്തവൻ രക്ഷിക്കപ്പെടത്തില്ല. അത് യോവേൽ പ്രവചനത്തിൽ പറയുന്നു, യഹോവയുടെ നാമത്തിൽ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. യഹോവയുടെ നാമം നമുക്കറിയാം, ഓരോ പ്രവൃത്തിയെ അനുബന്ധമായി പാസ്റ്റർ ഇപ്പം പറഞ്ഞത് മാതിരി യഹോവ എന്റെ സമാധാനമാകുന്നു. അപ്പോൾ സമാധാനം വരുത്തുന്നവനോട് അനുബന്ധിച്ചാണ് യഹോവ ശാലോം എന്നുള്ള പേരുള്ളത്. അതുപോലെ തന്നെ രക്ഷയോടനുബന്ധമായി, ദൈവത്തിന്റെ രക്ഷയോടനുബന്ധമായി യഹോശുവ എന്ന നാമം, അത് തന്നെ സക്കറിയാവിന്റെ പുസ്തകം പറയുന്നു. യഹോവ 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, യഹോവ സകല ഭൂമിക്കും രാജാവാകും. അന്ന് അവൻ ഏകനായ കർത്താവും അവന്റെ നാമം ഏകവുമാകും. അപ്പം അതുകൊണ്ടാണ് അപ്പോസ്തോലന്മാര് പറയുന്നത് ഇവിടെ കർത്താവിന്റെ നാമത്തിൽ, ഇത് യോവേൽ പ്രവചനം പറഞ്ഞത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ മാത്രം രക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ പിന്നെ അപ്പോസ്തോല പ്രവൃത്തിയിൽ പിന്നെ പറയുന്നു കർത്താവിന്റെ നാമം, അതായത് അവന്റെ നാമമല്ലാതെ, യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമത്തിലും രക്ഷയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പം ഇങ്ങനത്തെ ആക്ട്സ് 4:12, അപ്പം അപ്പോസ്തല പ്രവൃത്തി 4:12 വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആ ഒരു നാമത്തിലല്ലാതെ, അതായത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ മാത്രമേ രക്ഷിക്കപ്പെടത്തൂ. ആ നാമം എങ്ങനെ അറിയാതിരിക്കണം? അങ്ങനെ ഓരോ വഞ്ചകന്മാര് വന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമം ആയാലും യേശുവിന്റെ നാമമായാലും പല രീതിയിൽ അതിനെ അവതരിപ്പിക്കും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:43. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14:26 പറയുന്നു, പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നാമം യേശു ക്രിസ്തു എന്ന നാമം തന്നെയാണെന്ന് വളരെ വ്യക്തമായ വചനങ്ങൾ ഉള്ളപ്പോൾ, ഒരേ ദൈവം പിതാവാകുന്നു, ദൈവം പുത്രൻ എന്ന പദവി എടുത്ത് മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടു. ദൈവം എപ്പോഴും തന്റെ പ്രവർത്തികളെ മനുഷ്യരിൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിലാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പിതാവ് ഇല്ല, പരിശുദ്ധാത്മാവ് ഇല്ല, പുത്രൻ ഇല്ല എന്നൊക്കെ പറയേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. ഒരേ ദൈവം തന്നെ ഈ 3 പ്രവർത്തികളെയും തന്റെ ആത്മാവിന്റെ പ്രവർത്തനത്താൽ ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് ഞങ്ങൾ. അപ്പോൾ അടുത്ത ഒരു ഭാഗം കൂടെ, ചെറിയ ഒരു ഭാഗം കൂടെ നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. പറയുന്ന ആ വാക്കിന് 4 സെയിം എക്സ്പ്രഷൻസ് ആണ്. ഒന്നുകിൽ ഒരു പേരിനെ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു പദവിയെ സൂചിപ്പിക്കാം. അപ്പൊ ഇത് നമ്മൾ എടുത്തതാണ്, പദവിയും പേരും. അദ്ദേഹം ഗ്രാമാറ്റിക്കലിനെയാണ് അങ്ങനെ മാനിപ്പുലേറ്റ്. ഇവിടെ ഒനാമയുടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഒനാമ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിന്റെ കൂടെ വന്നിരുന്ന പരിച്ഛേദവാദ വിശ്വാസികൾ വിസ്മയിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. 48-ാമത്തെ വാക്യത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവാൻ അവൻ കൽപ്പിച്ചു. കുറെ ദിവസം തങ്ങളോടുകൂടി
അപ്പോൾ ഇവിടെ ഈ ജ്ഞാനസ്നാനം എന്നുള്ള പെന്തക്കോസ്തു വാക്യം ഇദ്ദേഹം പിന്നെയും പിന്നെയും ഉപയോഗിക്കുന്നതിന് ഒരു കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻവെൻഷൻ നടത്തിയത്, ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇൻവെൻഷൻ നടത്തിയത് ഇതാണ്. നമുക്കറിയാം, മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ആദ്യം സമ്മതിക്കണം പാപമുണ്ടെന്ന്. അപ്പൊ ഒരാൾക്ക് അത്രയ്ക്കുള്ള വിവരമുള്ളപ്പോൾ മാത്രമേ അത് ചിലപ്പോൾ ദൈവം ഏത് വയസ്സിൽ വേണമെങ്കിലും നൽകാം. പക്ഷെ അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ അറിഞ്ഞുകൊണ്ടും കർത്താവ് ഏകൻ തന്നെ എന്ന് സ്വീകരിച്ചുകൊണ്ടാണ് ആ സ്നാനം എടുക്കേണ്ടത്. അതായത് വിശ്വസിച്ചാണ് സ്നാനം എടുക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ജ്ഞാനസ്നാനം എന്നുള്ള കാര്യം കേൾക്കുകയും, പക്ഷെ ഇവിടെ നമുക്ക് കാണുന്ന വിജാതീയനും നൽകുന്ന സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. അപ്പൊ ഇവർ ചിലപ്പോൾ പറയും അവിടെ നമ്മള് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ അവിടെ യഹൂദന്മാരായതുകൊണ്ടായിരുന്നു അവിടെ ക്രിസ്തുവിന്റെ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കൊടുത്തത്. അതും ഒരു കാര്യം ഒന്ന് വ്യക്തത വരുത്തുക. കർത്താവെന്ന് പറയുമ്പോഴും കർത്താവായ യേശു എന്ന് പറയുമ്പോഴും കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുമ്പോഴും ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ സൈമൺ ബ്രദർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. ഒരു വ്യത്യാസവും ഇതിനകത്ത് കാണാൻ നമുക്ക് പറയാനില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാളുടെ ഇപ്പൊ തന്നെ നമ്മൾ പറയുക റിലയൻസിന്റെ മുകേഷ് അംബാനി എന്ന് പറയുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അത് പുള്ളിയുടെ പ്രവർത്തനം കൂടെ പറയുക. ഇപ്പം എന്റെ മകൻ പറയാ എന്റെ പിതാവിന്റെ പേര് ഇതാന്ന് പറയുമ്പോഴും പിതാവായ സൈമൺ ബെഞ്ചമിൻ എന്ന് പറയുവോ അല്ലെങ്കിൽ സൈമൺ ബെഞ്ചമിൻ എന്ന് പറയുവോ തമ്മിൽ ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ സൈമൺ എന്ന് പറയാം, അല്ലെങ്കിൽ പിതാവായ സൈമൺ ബെഞ്ചമിൻ എന്ന് പറയാം, എന്റെ പിതാവ് എന്ന് പറയാം. ഇതിനൊക്കെ എല്ലാം ഒരേ അർത്ഥമാണ് വരുന്നത്. കറക്റ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് യേശു തന്നെ, ഇപ്പൊ അപ്പോസ്തല പ്രവൃത്തി 2:36 പറയുന്നുണ്ട്, യേശു തന്നെ കർത്താവും യേശു തന്നെ ക്രിസ്തുവും. ജീസസ് ഈസ് ബോത്ത് ലോർഡ് ആൻഡ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോർഡിന്റെ പേര് എന്ന് പറയുന്നതും ജീസസ് തന്നെ വരുന്നത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാലും ജീസസ് തന്നെ അതിനകത്ത് പേരുള്ളത്. ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? യഹോവയായ അല്ലെങ്കിൽ നമ്മളുടെ പിതാവായ ദൈവമായ യേശു ക്രിസ്തു എന്നുള്ള അർത്ഥമേ അതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, അപ്പം ഹോളി ക്രിസ്തു എന്ന് പറയുമ്പോഴത്തേക്ക്, ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷിഹ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് എന്നുള്ള അർത്ഥമേ വരുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് പേരുള്ളത് എന്തുവാ? അത് ജീസസ് എന്നുള്ള അല്ലെങ്കിൽ യശുവ എന്നുള്ള പേരാണ് അതിനകത്ത് പേരായിട്ടുള്ളത്. ബാക്കി രണ്ടും റിപ്രസെന്റ് ചെയ്യുന്ന ആരാ? ഇപ്പം ജീസസിന്റെ കാലഘട്ടത്തിൽ തന്നെ പല ജീസസന്മാരുണ്ടായിരുന്നു. അപ്പൊ നസറനായ ജീസസ് എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് അത് യുണീക്ക് ഐഡന്റിറ്റി, പക്ഷെ പേരൊന്നു തന്നെ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ പുള്ളി പറയുന്നതായിട്ട് പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്തി, പത്രോസ് ആണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പറഞ്ഞു, ചില സ്ഥലത്ത് കർത്താവിന്റെ നാമത്തിൽ പറയുന്നു. ഇത് 3 രീതിയാണെന്നുള്ള രീതിയിൽ ആ പുള്ളി പ്രസന്റ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ഇത് ഒരാളുടെ പേര് തന്നെയാണ്. ഒരു ശരീരത്തിലോട്ട് ചേരാൻ വേണ്ടിയാണ് നമ്മൾ സ്നാനം വഹിക്കുന്നത്. നമ്മൾ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒടുവിൽ തൃത്വം എന്നുള്ളത് ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈ പുള്ളിയുടെ വാക്കുകളിൽ കുറച്ച് അബ്രാംകുട്ടി പാഷ പറഞ്ഞത് സുനാമിയോ അനാമിയോ എന്തൊക്കെയാ പറഞ്ഞത് കൂടി ഇപ്പം കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ക്രിസ്തു. അല്ല, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സഭകൾക്കകത്തെല്ലാം ഈ ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ആണല്ലോ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണല്ലോ എല്ലായിടത്തും സ്നാനം എഴുതിയേക്കുന്നതെന്നുള്ള കാര്യം വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർക്ക് അതിനുവേണ്ടി അവരുടെ വിശ്വാസികളെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഒരു സ്നാനം പെടുത്താതിരിക്കാൻ വേണ്ടി ഇതെല്ലാം പ്രസന്റ് ചെയ്യുക. അതെ, പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു ട്രിക്കുകൾ കാണിക്കുന്നതാണ്. ട്രിക്കുകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കിയൊന്നും വിശ്വസിക്കേണ്ട, നിങ്ങളുടെ സ്നാനം ശരിയാണ്, നിങ്ങൾ ഇനി പിന്നെ പോയി സ്നാനപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനവും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം, കർത്താവിന്റെ നാമത്തിലുള്ള സ്നാനം അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം, ഇതെല്ലാം ഒന്ന് തന്നെ. എന്നിട്ട് പിന്നെ പുള്ളി പറയുന്നുണ്ട് ഒരു ശരീരമാണ്, ഒരു ആത്മാവാണ്, ഒരു സ്നാനമാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു സ്നാനം അല്ലല്ലോ. ഇപ്പൊ ഒന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ട് സ്നാനപ്പെടുത്താം. അത് ഒരു കാര്യം പറയുന്നുണ്ട്, പൗലോസേറ്റ സ്നാനവും പത്രോസേറ്റ സ്നാനവും വേറെ വേറെയാണെന്ന് പറയുന്നുണ്ട് അവിടെ. അതിനെപ്പറ്റി എന്ത് പറയുന്നു?
ഒരിക്കലുമല്ല. പത്രോസ് പൗലോസ് എടുത്ത സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ പേര് വിളിച്ചിട്ടാണ് സ്നാനപ്പെടുത്തുന്നത്, പാപങ്ങളെ കഴുകി കളഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനപ്പെട്ടേക്കുന്നത്. കർത്താവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് യേശുക്രിസ്തു എന്നാണ് കർത്താവിന്റെ നാമം. ഓക്കെ, അങ്ങനെ തന്നെ പത്രോസ് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ഈ പത്രോസ് പറയുന്നുണ്ട് ജീസസ് ഈസ് ബോത്ത് ലോർഡ് ആൻഡ് ക്രൈസ്റ്റ്. അപ്പം കർത്താവായ യേശുക്രിസ്തു എന്നുള്ള കാര്യം അവിടെയും വ്യക്തമാക്കുക. മനസ്സിലായി? അതാ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞ പോലെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് കർത്താവും ക്രിസ്തുവുമാക്കിയെന്ന്. അപ്പൊ ഈ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോണായി എന്നാ നമ്മുടെ ഒരു യഹൂദന് മനസ്സിലാവണം. കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അഡോണി അല്ല, അതായത് ഭൂമിയിലെ കർത്താവായിട്ടല്ല. അവൻ കർത്താവ് എന്ന് പറയുമ്പോൾ അഡോണായി എന്നാ പറയുന്നത്. അഡോണായി എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം എന്ന് തന്നെയാ അവിടെ അർത്ഥം വരേണ്ടത്. അപ്പൊ അവിടെ കർത്താവിന്റെ നാമം, കർത്താവ് അവനെ കർത്താവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ കർത്താവ്, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനുമാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് വളരെ വ്യക്തമായിട്ടുള്ള വചനമുള്ളപ്പം അതിനെ എങ്ങനെങ്കിലും കൂട്ടിക്കളയുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്യുന്നത് ബേസിക്കലി. അതും പുള്ളിക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞെന്നൊക്കെയാ പുള്ളി പറയുന്നത്. പരിശുദ്ധാത്മാവ് ആരാന്നുള്ള കാര്യം പുള്ളിക്ക് അറിയത്തില്ല. യേശുക്രിസ്തു തന്നെ പരിശുദ്ധാത്മാവ് എന്നുള്ള കാര്യം അറിഞ്ഞായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഇതൊന്നും പറയണ്ട. ക്രിസ്തുവിന്റെ ആത്മാവും പരിശുദ്ധാത്മാവും ഇതെല്ലാം ഇന്റർചേഞ്ചബിൾ ആണ്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പുള്ളി വരുന്ന ഒരേ പരിശുദ്ധാത്മാവേ ഉള്ളെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് പുള്ളി ഇത് തന്നെ മറന്നു പോകുന്ന യേശു ക്രിസ്തു അപ്പം പിന്നെ പരിശുദ്ധ ആത്മാവല്ലേ, അല്ലെങ്കിൽ പിതാവ് പരിശുദ്ധാത്മാവ് അല്ലയോ? അപ്പം പുള്ളിക്ക് ഈ ഒരു കാര്യം അറിയാതെ ആ പുള്ളി പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് പരിശുദ്ധാത്മാവാ പുള്ളി സംസാരിക്കുന്നത്? അത് പരിശുദ്ധാത്മാവാണോ അതോ സ്പിരിറ്റ് ഓഫ് എറർ ആണെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബ്രഹാംകുട്ടി പാസ്റ്റർ ഏതാണ്ട് ആഡ് ചെയ്യുന്നു. അത് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഷ അനുസരിച്ച് യേശുക്രിസ്തുനാമത്തിൽ സ്ഥാനമുണ്ട്, കർത്താവായ യേശുനാമത്തിലുണ്ട്, യേശുക്രിസ്തുനാമത്തിലുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങളൊക്കെ ചെയ്യ്. നിങ്ങൾ ഇല്ലാത്ത എന്താ ചെയ്യുന്നത്? അവിടെ പറയുന്ന യേശുനാമം ചെയ്തോളൂ. നിങ്ങള് കർത്താവായ യേശുക്രിസ്തു ചെയ്യ്, യേശുക്രിസ്തു നാമത്തിൽ ചെയ്യ്. പക്ഷെ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധ ആര് ചെയ്തു? ഒരു വാക്യം എടുത്ത് ആര് ചെയ്തു, ആരെ പിടുത്തി എന്നുള്ള ഒരു ഒറ്റ വാക്യം എടുത്ത് JCNTSൽ വരികയാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് അത് സംസാരിക്കുകയും ഈ ഒരു നിയർലി 5 lakh വ്യൂവേഴ്സ് ഞാൻ കൊണ്ട് അത് ഞങ്ങൾ തിരുത്തി പറയും. ഞങ്ങൾ തെറ്റായിപ്പോയി, ഞങ്ങൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ലോകരെ മുഴുവൻ അറിയിക്കും ഞങ്ങൾ തെറ്റായിരിക്കുന്നു. അതുകൊണ്ട് ഈ ജിയോ നാസറത്ത് റൈറ്റ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ യേശുക്രിസ്തുനാമത്തിൽ പെടുത്തിക്കോ. കർത്താവായ യേശുക്രിസ്തുനാമത്തിൽ പെടുത്ത്, യേശുവിന്റെ നാമത്തിൽ പെടുത്ത്. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അവിടെ ഉണ്ടെന്ന്. ആ ചെയ്ത രീതിയിൽ പെടുത്തിക്കോ, അത് പെടുത്താൻ തയ്യാറായിക്കൊള്ളൂ. ബൈബിൾ ഇല്ലാത്ത ഒരു വാക്യം ഓരോ സാധനത്തിന് മുമ്പിൽ ഒനാമയുടെ പുറകെ പോയിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? അത് വളരെ തെറ്റായി. ഒനോമ എന്ന് പറയുന്ന ഈ ഗ്രീക്ക് എന്തെങ്കിലും പറയുമ്പോ ഇവര് വിചാരിക്കുന്നത് ഗ്രീക്ക് ഇയാളത്തൊരു വലിയ വിദ്വാനായിരിക്കും, ഗ്രീക്ക് ഇത് പഠിച്ചിട്ടൊക്കെയാണ് ഇദ്ദേഹം ഇത് സംസാരിക്കുന്നത്. എഹാദിന്റെ കാര്യം പറഞ്ഞോളെ. ഈ എഖാദ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ എന്തുവായിരുന്നു മറ്റേ ആ ബാംഗ്ലൂരിലുള്ള പാസ്റ്റർ ഏതാ, നമ്മുടെ MA വർഗീസ്, അദ്ദേഹം പറഞ്ഞ മാതിരി ഒരു കൊലയ്ക്ക് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരു കൊല എന്തുവാന്ന് പറഞ്ഞ ഒരു കൊല ഏത്തക്കാന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് എഖാദ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഒന്നും ഉപയോഗിക്കാൻ പറ്റും. ഒരു കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൊലയ്ക്കാ പറയുന്നത്, അല്ലാതെ ഏത്തക്കായ്ക്കല്ല പറയുന്നത് അവിടെ. MA വർഗീസിന്റെ ഇതാണ് കൊലയാണ്. അത് ഏഖാദും യാഖീദും ഹെയ്സും ഒക്കെ കുറച്ച് 2-3 വേർഡുകൾ പുള്ളി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ എവിടെയും 2-3 വാക്കുകൾ പിടിച്ചതിന് ശേഷം ഞങ്ങൾ ഇതിൽ വലിയ പണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറ ഹീബ്രുവില്. ഈ ഒനാമം നെയ്മെന്ന് മാത്രം ഒനാമം എടുത്തിട്ട് ബാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ പറ. അതും വളരെ വ്യക്തമായിട്ട് കണക്ട് ആക്കി. ആ മത്തായി സുവിശേഷം 18 ഒനോമ എന്ന് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:38 ഒനോമ എന്ന് തന്നെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ രണ്ടും ഒനോമ തന്നെയാണ്, വേറെ ഒന്നും അല്ല. അവിടെ ഒനോമ കറക്റ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ടും അത് തന്നെ കൂട്ടിക്കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ എന്റെ വഴി എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ വഴിയാണ്, ഒരൊറ്റ ചെറിയ വാതിലാണ്, അതിൽ കൂടെ കടക്കുന്നവർ ചുരുക്കം പേര് മാത്രമേ ഉള്ളായിരിക്കും. ഇവരെങ്ങനെങ്കിലും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ ഈ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് ഈ കാണുന്ന വളരെ മനോഹരമായ പ്രസന്റേഷന് ചിരിയും നല്ല സോഫ്റ്റ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞാല് സാത്താൻ ഇഴഞ്ഞ് സർപ്പത്തെ പോലെയാണ് വരുന്നത് എന്ന് പറഞ്ഞ പോലെ
ഈ കത്തോലിക്ക മുതൽ ഈ തൃത്വം സംസാരിക്കുന്ന പെന്തക്കോസ് ഭാഷന്മാരും പിന്നെ പ്രവാചകന്മാരും മുഴുവനും അവര് സംസാരിക്കുന്നത് സുവിശേഷമല്ല, പിന്നെയോ ദുരുപദേശം കൊണ്ട് ജനങ്ങളെ വഞ്ചിച്ച് നരകത്തിലേക്ക്, തീയിലേക്ക് കൊണ്ടുപോകാൻ ലൂസിഫറിന്റെ ഏജന്റുമാരായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് തൃത്വ പാഷന്മാര്. പ്രത്യേകിച്ച് സ്നാന വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് ബൈബിളിൽ പ്രൂവ് ഉള്ളപ്പോൾ അതിനെതിരായി സംസാരിക്കുന്ന ഇവർ തീർച്ചയായിട്ടും വഞ്ചകന്മാരും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാകുന്നു എന്ന് വളരെ വ്യക്തമായി പൗലോസ് നമ്മളെ പറഞ്ഞു ഉപദേശിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒനോമ തന്നെയല്ലേ പ്രാർത്ഥിക്കാൻ നേരമോ ഒനോമ എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ പറയുന്നുണ്ടോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ അവര്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അങ്ങനത്തെ അപ്പൊ എല്ലാം രോഗസൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ നാമം എടുക്കും. കൊലോസ്യർക്ക് ലേഖനം 3:17 വേറെ ഒരു ഒനോമ ഇല്ല. അപ്പൊ എല്ലായിടത്തും ഒനോമ ചേർത്തോ, കുഴപ്പമില്ല. ഒനോമ ചേർത്തോ, പക്ഷെ ചെയ്യേണ്ടത് യേശുക്രിസ്തുവിൽ ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ല, അവിടെ ഈ ഒനോമ മാത്രം വാക്യം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അത് ഇത് കേൾക്കുന്ന ഫോളോവേഴ്സ്, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും കേൾക്കുന്നവരും മനസ്സിലാക്കുക, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് 3000 പേര് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനകത്ത് സ്ഥാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട നല്ലൊരു മോഡലാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ മോഡലിനെ മാറ്റിയതിനു ശേഷം സ്വന്തമായിട്ടുള്ള പഠിപ്പിലും ഫിലോസഫിയിലൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലായിക്കോണം അത് ദൈവവചനം വിരുദ്ധമാകുന്നു എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷപ്പെടുക. പൗലോസും ശീലാസും രാത്രിയിൽ തന്നെ ജയിലറെ പോയി സ്നാനപ്പെടുത്തി കുടുംബത്തെയും എന്ന് പറഞ്ഞ പോലെ ഇത് മാറ്റിവെക്കേണ്ട വിഷയമല്ല. ഇന്ന് രാത്രി തന്നെ ഈ സത്യം അറിഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ നിങ്ങൾ തയ്യാറാകുക. അല്ല എങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ കാറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിലായിരിക്കും എന്നുകൂടെ ഞാൻ വിനീതമായിട്ട് അറിയിക്കുകയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്ക് യേശു തന്നെ പിതാവും യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള അറിവില്ലായ്മയാണ് ഇവരെ ഈ ഒരു ഇതിലോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷം 8:24 പറയുന്ന ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹി, ആര് പിതാവിനെ പറ്റിയാണ് 8:19 ചോദിച്ചത്. അപ്പം ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹി, ഞാൻ തന്നെ അവന് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ പാപം ബിലീവ്ഡ് ആൻഡ് ബാപ്റ്റൈസ്ഡ് വിൽ ബി സേവ്ഡ്. അപ്പം ബിലീവ് എന്താ വേണ്ടത്? ജീസസ് ഈസ് അവർ ഫാദർ. അപ്പം ജീസസ് നമ്മളുടെ ഫാദർ അല്ലെങ്കിൽ നമ്മൾ പാപത്തിൽ തന്നെ മരിക്കും. ഇവർക്ക് ഇപ്പോഴും ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 3 വ്യക്തികളാണ്. ഈ 3 വ്യക്തികൾ ഇവരുടെ മനസ്സിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഇവര് ഒരു ശരീരത്തിലോട്ടല്ല ചേരുന്നത്, ഒരു 3ലോട്ട് ചേരാനാണ് നോക്കുന്നത്. അപ്പൊ ഇവര് പരിശുദ്ധന്മാർ കിട്ടണമെങ്കിൽ ആദ്യം ഒബീഡിയൻസ് അല്ലേ? പരിശുദ്ധാത്മ ലഭിക്കണമെങ്കിൽ ആദ്യം യേശുക്രിസ്തു സ്ഥാനപ്പെടണം. അപ്പോൾ പരിശുദ്ധാത്മ ലഭിക്കും. അപ്പോൾ മനസ്സിലാവും യേശുക്രിസ്തുവാണ് യഹോവ എന്ന് മനസ്സിലാവും. അപ്പാ പിതാവെന്ന് വിളിക്കും. അപ്പൊ പുത്രന്മാരാവും, അപ്പാ പിതാവെന്ന് വിളിക്കുകയും ചെയ്യും. ഇവരെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഒബീഡിയൻസാ. 3000 പേരെങ്ങനെ സ്ഥാനപ്പെട്ടു, ആ സ്റ്റെപ്പിലേക്ക് വരാ ഇവര്. അല്ലാതെ ഇവര് എത്ര കടന്ന് കണ്ടക്ഷോഭം ചെയ്താലും കേൾക്കുന്ന ജനം മുഴുവൻ നരകത്തിൽ പോവുകയുള്ളൂ. ഒറ്റ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് അടുത്ത ശനിയാഴ്ച ബാക്കി ഇത് തന്നെ പുള്ളി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, അതിനെല്ലാം മറുപടി കൊടുക്കണം. ജനങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. കാരണം ജനങ്ങൾ സത്യം ഈ അന്ത്യകാലത്ത് അറിയട്ടെ. ഇങ്ങനെയുള്ള വ്യാജന്മാര് നിമിത്തം അനേകര് നശിക്കുന്നുണ്ട്. ദൈവം കണ്ടിട്ടുള്ളവര് കർത്താവിലേക്ക് കടന്നു വരട്ടെ. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു. അപ്പം വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു പല വചനങ്ങളും. ഇപ്പൊ ലൂക്കോസിന്റെ സുവിശേഷത്തിലായിരുന്നു ഏറ്റവും വലിയ ഒരു കാര്യം. അവിടെ മശിഹായുടെ നാമത്തിലാണ് മാനസാന്തരവും പാപമോചനവും എന്ന് പറയുന്ന ആ ഒരു കാര്യം കാണിച്ചിട്ടുള്ളത്. അത് അവിടെ ഒരു നാമം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഈ ഒരു ആത്മാവ് നമ്മളിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ബ്രദർ ജിയോ നാസറത്തുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അദ്ദേഹമായിട്ടൊരു പ്രശ്നവും ഞങ്ങൾക്കില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ പരിശുദ്ധാത്മാവിന്റെ അല്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള പ്രൂഫാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ആ ലൂക്കോസിന്റെ സുവിശേഷം 24:44 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അറിയാം
പാപമോചനവും മാനസാന്തരവും മശിഹായുടെ നാമത്തിൽ യെരുശലേമിൽ തുടങ്ങി എന്നുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ വളരെ വ്യക്തമായ വചനങ്ങളെ കളഞ്ഞ ഈ വീഡിയോയിൽ നമ്മൾക്ക് വ്യക്തമാക്കാം, ഇത് പരിശുദ്ധാത്മാവിൽ നിന്നും വരുന്ന വാക്കുകളല്ല, ഇത് സാത്താന്റെ ആത്മാവ് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും. ദൈവം ബ്രദർ ജിയോ അദ്ദേഹത്തെയും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെയും മാനസാന്തരത്തിലേക്കും പാപമോചനത്തിലേക്കും നയിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ, ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചുരുക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ വീഡിയോയിലേക്ക് ജോയിൻ ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.